എൻ്റെ പേര് ജായി ചക്കിയൻ. ഇത് എൻ്റെ മകള് ജിയ. ഞങ്ങൾ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മങ്കുഴി എന്ന് പറഞ്ഞ ഒരു ഇടവകയിൽ നിന്നാണ്. ഈ പരിശുദ്ധമായ അമ്മയുടെ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവമാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിന് 1 കോടി നന്ദി പറയുന്നു. ഞാനിവിടെ വന്നത് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ്. ഞങ്ങൾ കൃപാസനത്തെ പറ്റിയൊന്നും അധികം കേട്ടിട്ടില്ല. ഞങ്ങൾ കേൾക്കുവാനിടയായത് മകള് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ കൊറോണയുടെ സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഓൺലൈനിലാണ് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഉപയോഗം കൂടുതലാണ്. ആ സമയത്ത് ക്ലാസ്സുകളെല്ലാം മൊബൈലാണ്. അത് അവർ ദുരുപയോഗം ചെയ്തു. അപ്പോൾ അവർക്ക് മൊബൈൽ അഡീക്ഷനും അതുമൂലം പഠനത്തിലേക്ക് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സുകളിൽ പോകുന്നില്ല, വീട്ടിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ മാതാപിതാക്കളായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് വൈഫ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോ പറഞ്ഞു, ഇങ്ങനെ കൃപാസനമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുവാൻ തയ്യാറായി കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുവാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. കാരണം ബസ്സിൽ കയറുമ്പോൾ ഒരു ഇറിറ്റേഷൻ, വോമിറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് യാത്ര അധികം അവോയ്ഡ് ചെയ്യുകയാണ് എൻ്റെ പതിവ്. പക്ഷേ കൃപാസനത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിരാവിലെ പുറപ്പെട്ടു. അതിരാവിലത്തെ യാത്ര എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ വരുന്നത് വരെ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൊറുക്കോ ഛർദിയോ ഒന്നുമില്ലാതെ മാതാവ് അപ്പം തൊട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ മണ്ണിൽ വന്ന് കാലുകുത്തി. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൽ വരുമ്പോൾ ഒരു ഇടുങ്ങിയ കവാടം. ഞാൻ ലൂർദിയിലും ഫാത്തിമയിലൊക്കെ പോയി കൊന്ത ചെല്ലുവാനും അൽത്താരിൽ കയറി നിൽക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലം, കാലുകുത്താൻ സ്ഥലമില്ല. ആവിയും വിശർപ്പൊക്കെ എടുത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി ക്ലാസ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ വൈഫ് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും അറിയാതെ ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. എന്തൊക്കെയോ മനസ്സിലായി, ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകളുടെ ഞങ്ങളൊരു നിയോഗമായി വെച്ചത്. അവൾ ക്ലാസ്സിൽ റെഗുലറായി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനൊക്കെ. അതിനൊരു ഡിസംബറിന് ശേഷമാണ് എൻ്റെ മകൾ നേരെ ചൊവ്വേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയതും പഠിക്കുവാൻ തുടങ്ങിയതും. അപ്പോൾ അറിയാമല്ലോ, സെപ്റ്റംബർ തുടങ്ങി ഫെബ്രുവരി തുടങ്ങി അവർക്ക് പരീക്ഷ തുടങ്ങും, മോഡൽ എക്സാമൊക്കെ. ഈ മോളൊന്നും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല, അതൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ലാസ്റ്റ് വന്ന സമയത്തൊക്കെയാണ് അവൾ പഠിക്കുവാൻ തുടങ്ങിയത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ മകൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ വന്ന് നിൽക്കുമെന്നും ഇങ്ങനെ സാക്ഷി പറയുവാൻ സാധ്യതയുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ കരുതിയില്ല. പക്ഷേ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഒത്തിരി കാര്യങ്ങളാണ്. എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ പ്ലസോടുകൂടി A+ഓടുകൂടി അവൾ പാസ്സായി. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ബലം നൽകി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ നിയോഗത്തിൽ ഒട്ടും വയ്ക്കാത്ത ഒരു കാര്യമാണ് വൈഫിന് ജോലി വിദേശത്തേക്ക് കിട്ടണമെന്ന കാര്യമോ അങ്ങനെയൊന്നും ഞങ്ങളും പറഞ്ഞിട്ടില്ല ഉടമ്പടിയിൽ. ഞങ്ങളുടെ ആകെയുള്ള പക്ഷേ മകൾ നന്നാകണം, മകളുടെ വിദ്യാഭ്യാസം നന്നാകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലും നിയോഗങ്ങളിൽ ഉടമ്പടിക്കായി വെച്ചത്. ഞങ്ങൾ നിയോഗത്തിൽ വയ്ക്കാത്തൊരു കാര്യമാണ് ഭാര്യയ്ക്ക് വിദേശത്ത് പോകുവാൻ, അയർലൻഡിൽ പോകുവാനായിട്ടൊരു ജോലി കിട്ടി. അത് ഭാര്യ ഇവിടെ ഇല്ലാതെ സാക്ഷ്യം അതിപ്പോൾ പറയേണ്ട, ഭാര്യ പറഞ്ഞിട്ട് മതിയെന്നാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങളത് പറഞ്ഞു പോയി. അതിനും മാതാവിന് പ്രത്യേകം നന്ദി പറയുക. പിന്നെ അവൾ +2ലേക്ക് പോയി. അപ്പം അമ്മയില്ല, അപ്പനെന്ന നിലയിൽ ഞാനാണ് ഇവിടെ നോക്കേണ്ടത്, കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. +2ലേക്ക് +1ലേക്ക് പോകുമ്പോഴും ഇവർക്ക് ക്ലാസ്സുകൾ മാറി, കൂട്ടുകൾക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ പോകാനൊരു ബുദ്ധിമുട്ട്, പുതിയ സാഹചര്യം. അതുകൊണ്ട് അവൾ ഒട്ടും ക്ലാസ്സിൽ പോകുന്നില്ല. അങ്ങനെ വീട്ടിൽ വീണ്ടും അവൾ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു ഡിസംബർ ആയപ്പോഴാണ് വീണ്ടും അവൾ ക്ലാസ്സിലേക്ക് പോകുന്നതും പഠിക്കുവാനൊക്കെ തുടങ്ങുന്നതും. ഞങ്ങൾ അവിടെയും പ്രതീക്ഷിച്ചില്ല ഇവൾ അവിടെ നല്ല മാർക്കിൽ പാസ്സാകുമെന്നൊക്കെ. പക്ഷേ അമ്മ മാതാവ് കനിഞ്ഞ് അവിടെയും അവൾക്ക് എല്ലാ A+ കിട്ടി, ഒരെണ്ണത്തിന് മാത്രം Bയും കിട്ടി. അങ്ങനെ വന്ന് +2വും അവൾ നന്നായി പെർഫോം ചെയ്ത്. ഇതുപോലെ തന്നെയാണ് അവൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസ്ഥകളൊക്കെ വരുമ്പോൾ അവൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറയും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും.
അപ്പോൾ ഞങ്ങൾ പറയുന്നത്, മോളെ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ അമ്മ മാതാവ് നമുക്ക് തന്നു, ഒരു പ്രതീക്ഷയില്ലാതെ നിൻ്റെ 10ാം ക്ലാസ് ഡിസംബർ 1 മാസം 2 മാസം നീ പഠിച്ച് എല്ലാം A+ നീ മേടിച്ച നിനക്ക് എന്തുകൊണ്ട് ഈ പ്രാവശ്യം നിനക്ക് മാതാവ് സഹായിച്ചുകൂടാ? നീ അമ്മയോടൊന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ല്, മാതാവിൽ ശരണം വയ്ക്കുക, തീർച്ചയായും മാതാവ് നിന്നെ സഹായിക്കും. അതുപോലെ തന്നെ മാതാവിൽ ശരണം വെച്ചത് മൂലം അവളെ ഈ നിലയിലേക്ക് +2-ന് അവൾക്ക് 3 A+ 3 Aയും നൽകി. പരിശുദ്ധ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ IELTS പഠിക്കാൻ പോയ സമയത്ത് അവൾ ഇതുപോലെ തന്നെ അവൾക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാക്കുന്ന സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഒന്നും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ അവളുടെ ഇടയ്ക്ക് ഡ്രോപ്പ്. പിന്നെ അവൾ ബുദ്ധിമുട്ട്, ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസമൊക്കെ വീട്ടിലിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡെങ്കിപ്പനിയൊക്കെ പിടിച്ചു. പിന്നെ മടി കൂടി, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മാത്രം അപ്രൂവ് ആയി, അവളുടെ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചു. കാരണം ഇനി അവൾക്ക് പോകണമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2 ആഴ്ച കാലമുള്ളപ്പോഴാണ് ഏജൻസി പറയുന്നത്, അവിടെ എംബസി പറയുന്നത് മോൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്ന്. അങ്ങനെയാണ് അവൾ IELTS പഠിക്കാൻ പോയത്. 3 മാസം സമയം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷേ അവർ 1 മാസം പോയി, പിന്നെ അവർ പോയില്ല. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവൾ പരീക്ഷ എഴുതുവാൻ പഠിക്കാനാക്കി പോകുന്നത്. അപ്പോഴും അവൾ ക്ലാസ്സിൽ പെർഫോം ചെയ്യുമ്പോൾ അവൾക്ക് വളരെ കുറഞ്ഞ മാർക്കുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴും അവൾക്കൊരു പ്രതീക്ഷയില്ല, ഞാൻ ജയിക്കും, ഞാൻ പാസ്സാകും, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന്. അപ്പോഴും ഞങ്ങൾ ഈ മന്ത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൃപാസന മാതാവ് ഇത്രയൊക്കെ നമുക്ക് കുടുംബത്തിന് ചെയ്തു തന്നു, മോളെ കൃപാസന മാതാവിൽ തന്നെ ശരണവയ്ക്ക്, മാതാവ് തീർച്ചയായിട്ടും തന്നെ ഉയർത്തും, നമ്മളെ ഉടമ്പടിയുടെ സാക്ഷിയാക്കി മാറ്റുമെന്ന്. അങ്ങനെ ഈ മകള് 6.5 സ്കോർ കൂടി പാസ്സാകുകയും അയർലൻഡിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിച്ചു. ഞാനിപ്പോൾ ഈ ശനിയാഴ്ച അയർലൻഡിലേക്ക് പോവുകയാണ്. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് പറയൂ എന്നുള്ളൊരു നിശ്ചയം ഞാൻ എടുത്തിരുന്നു. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ മുമ്പിലാണ് ഞാൻ ആദ്യമായി പറയുന്നത്, ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് ശനിയാഴ്ച. അമ്മയുടെ വൈഫിൻ്റെ ഇതിൽ കേട്ടകേറായിട്ടാണ് അമ്മ ജോലി ചെയ്യുന്നത്. ഡിപ്പെൻഡ് വിസയിലാണ് ഞാൻ പോകുന്നത്. ജോലിയോ അങ്ങനെയൊന്നുമില്ല, അവളുടെ കെയറോപ്പിലാണ് ഞാൻ പോകുന്നത്. മകളും അവളുടെ ഇതിൽ തന്നെ പോകുന്നു. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ ഏതാണ്ടൊക്കെ ശരിയായിരിക്കുന്നു. ഉടനെ അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എൻ്റെ മോള് ബാക്കിയുള്ള കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങൾ പറയും. എൻ്റെ പേര് ജിയ ജെയിന്നാണ്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഞാൻ ഏകദേശം UP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ആ സമയത്ത് ഞാൻ കേട്ടത് കൃപാസനം പത്രം വഴിയാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൃപാസനം എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ഹെഡിങ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, വായിക്കാനൊന്നും നിന്നില്ല. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞു, 10ാം ക്ലാസ് പരീക്ഷ എഴുതാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്ന് പറഞ്ഞിട്ട് നീ പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, പരീക്ഷയുടെ മുമ്പ് മാതാവേ, എനിക്ക് പാസ്സാക്കി തരാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്ന് അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നതിന് മുമ്പ് അമ്മ എന്നെയും കൊണ്ട് ഇവിടേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ചെറുപ്പം മുതൽ മാതാവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം മാതാവ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാമായിരുന്നു. അപ്പോൾ +2 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഫുൾ A+ ആയിരുന്നു. പപ്പ പറഞ്ഞായിരുന്നു ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മാതാവിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്താലും ക്ലാസ്സിൽ പോകാൻ മടിയായി. എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. എല്ലാ സമയത്തും ഞാൻ എൻ്റെ മുറിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു. എനിക്ക് ആകെ സങ്കടമായിരുന്നു. എന്താ ചെയ്യേണ്ട, ഒരു ഡിസിഷൻ തന്നെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ഒക്കെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓരോന്നും പറയും, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ പറയും. അപ്പോൾ അപ്പനും അമ്മയൊക്കെ പറയും, നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക്, നിനക്കെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ +1 പരീക്ഷ എഴുതാനായിട്ട് പോവാ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും ഞാൻ നവംബർ മാസത്തിലെ +1 പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ആ നേരം എൻ്റെ കൂടെയുള്ള എല്ലാവരും സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുടങ്ങാൻ പോകണുള്ളൂ സിലബസ്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, നീ പഠിക്കണേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വാക്ക് പോലെ തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും
ഏത് ബുക്ക് എടുക്കാൻ നിൽക്കണോ ആ ബുക്കിൻ്റെ അകത്ത് തൈലം പൂശി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ എപ്പോഴും പഠിക്കാനിരിക്കും. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് ബയോളജി ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ബയോളജി ബുക്ക് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷയുടെ സമയത്ത് കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഞാൻ പഠിച്ചതല്ലായിരുന്നു, എനിക്ക് ആകെ ഡിഫിക്കൽട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കില്ല, കണ്ണടച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് പപ്പ എനിക്ക് കാശുരൂപം തന്നു വിടും. അപ്പോൾ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തുടങ്ങുള്ളൂ. ആൻസർ പേപ്പറും ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശിയിട്ട് ഞാൻ പരീക്ഷ എഴുതി തുടങ്ങി. എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്താണ്ടൊക്കെ ഞാൻ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് +1 പ്രതീക്ഷിക്കാതെ 5 A+ 1 A കിട്ടി. 1 മാർക്കിന് ബയോളജി പോയേ. എനിക്ക് ആകെ സന്തോഷമായി. കാരണം ഞാൻ 3 മാസം കൊണ്ട് പഠിച്ച് ഇത്രയും മാതാവിൻ്റെ സഹായത്തോടെ ഞാൻ ജയിച്ചേ. അത് കഴിഞ്ഞിട്ട് +2 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇച്ചിരി സന്തോഷമൊക്കെ ചെയ്ത് തുടങ്ങി. കാരണം ക്ലാസ് പിന്നെയും റെഗുലറായിട്ട് പോവാം, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വന്നു. അപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, ക്ലാസ്സിൽ വീണ്ടും പോയി നന്നായി പഠിക്കാമെന്നൊക്കെ ഒരു മൂഡിലേക്ക് വന്നു. എന്നിട്ട് +2 തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി. +1 ബയോളജിയാണ് ടഫെങ്കിൽ +2 എനിക്ക് മാത്സ് ആയിരുന്നു ടഫ്. കാരണം ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ ആയിട്ട് എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മാതാവും അമ്മ എൻ്റെ അടുത്ത് സെയിം കാര്യം തന്നെ പറഞ്ഞു, നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കി, എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ല്, നിനക്കിതൊക്കെ സാധിക്കും, മാതാവിൻ്റെ കൂടെ നീ നിന്നാൽ മതി എന്നൊക്കെ എൻ്റെ അമ്മയും പപ്പ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും +2 ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ വീണ്ടും കുരിശ് വരച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ടീച്ചർമാരെ സമർപ്പിച്ചിട്ടാണ് ഞാൻ ആൻസർ പേപ്പർ ടീച്ചർമാർക്ക് തിരിച്ച് കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 3 A+ 3 A ആയിരുന്നു. എനിക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഈ റിസൾട്ട്. കാരണം ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം എനിക്ക് എല്ലാവരും എളുപ്പമായിരുന്നു. ആകെ ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നത് ബയോളജിയും കെമിസ്ട്രി മാത്രമായിരുന്നു ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 10 മാർക്കിന് A+ പോയി. എനിക്ക് ആകെ സങ്കടമായി പോയി. കാരണം ഇന്നേ വരെ ഞാൻ ഇംഗ്ലീഷിന് ഇത്രയും കുറഞ്ഞ മാർക്ക് ഞാൻ മേടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും റീവാലുവേഷൻ വെച്ചു. കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും. പക്ഷേ കെമിസ്ട്രി വെക്കാൻ പറ്റില്ല എന്ന് ടീച്ചർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ ഞാൻ ഇംഗ്ലീഷും ബയോളജിയും വെക്കാമെന്ന് വെച്ചാൽ ഇംഗ്ലീഷും ബയോളജിയും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് 8 മാർക്ക് കൂടി കിട്ടി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു, ഞാൻ ഇന്നേ വരെ ഇംഗ്ലീഷിന് ഇത്രയും കുറഞ്ഞ മാർക്ക് മേടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം ഞാൻ എന്നെയും കൊണ്ട് കഴിയുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും 10 മാർക്കല്ല നിനക്ക് കുറഞ്ഞാണ്, അപ്പം നിനക്ക് ഒരിക്കലും ഇത്രയും മാർക്ക് കൂടി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവാണ് എനിക്ക് ഇത്രയും മാർക്ക് തന്നെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ IELTS എക്സാം എഴുതാമെന്ന് വെച്ചു. എൻ്റെ അമ്മ അയർലൻഡിലാണ്, ഞാൻ UK പോകാനുള്ള പ്ലാനിലാണ് IELTS ഒക്കെ പഠിക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും ലിസണിങ് ഒക്കെ ആദ്യം ടഫായിരുന്നു. പക്ഷേ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഇച്ചിരി സിമ്പിളായി തുടങ്ങി. എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് 6 ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, പിന്നെ 7 ഒക്കെ കിട്ടാൻ തുടങ്ങി. അത് റീഡിങ് എനിക്ക് എന്ത് ചെയ്താലും ആദ്യം 6 കിട്ടിക്കൊണ്ടിരുന്ന റീഡിങ് പിന്നെ 5.5 ആയി. പരീക്ഷയുടെ പ്രാക്ടീസിൻ്റെ സമയം വരെ എനിക്ക് എപ്പോഴും 5.5 ആയിരുന്നു. ചില ദിവസം 4.5 വരെ കിട്ടി. എനിക്ക് ആകെ സങ്കടമായി പോയി. കാരണം പരീക്ഷ ഇനി വിരലിലെണ്ണാവുന്ന ദിവസമുള്ളൂ, എനിക്ക് എന്ത് ചെയ്തിട്ട് മാർക്കും കൂടി കിട്ടണില്ല. ആകെ സങ്കടമായി പോയി ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പേനെ ഞാൻ രാത്രി ഉറക്കാറില്ലായിരുന്നു. പപ്പയുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, പപ്പയും ഞാൻ ഒരുമിച്ച് അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കണം. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറയും, പപ്പ എനിക്ക് എന്ത് ചെയ്തിട്ടും പഠിക്കാൻ പറ്റണില്ല, എനിക്ക് മാർക്ക് ഭയങ്കര കുറവാന്നൊക്കെ പറയുമ്പോൾ അപ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. സ്പീക്കിംഗ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇന്ത്യക്കാരിയാണോ എല്ലാവരും സ്പീക്കിങ്ങിന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവരും പറഞ്ഞു സ്പീക്കിംഗ് ഭയങ്കര ടഫായിരിക്കും. ഞാൻ അങ്കമാലിയിലെ പരീക്ഷ എഴുതി, അവർ ഇച്ചിരി പിടിക്കുമെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം എൻ്റെ സ്പീക്കിംഗ് അത്ര ഗുഡല്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പരീക്ഷയ്ക്ക് പോയേ. എന്നിട്ട് ഉപ്പൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഹാളിൽ
വിതറിയിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് പരീക്ഷ എഴുതി. അവിടെ ഇരുന്ന് സ്പീക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ചെയ്തു. അപ്പോൾ എനിക്ക് ലിസണിങ് ഏറ്റവും പാടാമെന്ന് തോന്നിയ റീഡിങ് വരെ സിമ്പിളായിരുന്നു. പക്ഷേ ലിസണിങ് എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നത് ടഫായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം സംഭവിച്ചത്. റീഡിങ്ങിനും സ്പീക്കിങ്ങിനും 6ഉം ലിസണിങ്ങിനും റൈറ്റിങ്ങിനും 6.5ഉം കിട്ടി. അങ്ങനെ ഓവറോൾ 6.5 കിട്ടിയിട്ട് ഞാൻ IELTS പാസ്സായി. ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ അയർലൻഡിലേക്ക് അമ്മയുടെ കൂടെ പോകാനായിട്ടുള്ള രീതിയിൽ വിസയ്ക്ക് വെച്ചേക്കുവാണ്. ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ നടന്നേ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ അധികം ഹിന്ദുസിൻ്റെ ഇടയിലാണ് കൊടുക്കാറ്. ആ ഹിന്ദുസിൻ്റെ ഇടയിൽ കൊടുക്കാൻ കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ എന്തോരം ഹിന്ദുസിനെ കാണുന്നത്, എത്ര വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടൊക്കെ അവർ പ്രാർത്ഥിക്കുന്നത്. ഈ തീഷ്ണത കണ്ടുകൊണ്ട് മറ്റുള്ളവരും അമ്മയിലേക്കും യേശുനാഥനിലേക്കും വരുവാൻ വേണ്ടി അവരുടെ ഇടയിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കാറ്. പിന്നെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ട് ഹോസ്പിറ്റലിലും വഴിയിലുള്ള ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലും മറ്റൊക്കെ പോയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. അമ്മ മാതാവിലൂടെയും യേശുനാഥനിലൂടെയും കിട്ടിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. 106 സങ്കീർത്തനം 45 തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു, തൻ്റെ കാരുണ്യാതിരകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. ദൈവപിതാവിൻ്റെ മനസ്സലിവാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ വലിയ ഉന്നതിക്കും ഐശ്വര്യത്തിനും കാരണമെന്ന് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള വലിയ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വരുന്ന വ്യത്യാസങ്ങൾ, നമുക്ക് വരുന്ന ദൈവാനുഭവമൊക്കെ വളരെ വളരെ വലുതാണെന്ന് ഓരോ സാക്ഷ്യത്തിലൂടെയും നാം മനസ്സിലാക്കുകയാണ്. ഇവിടെ ജയ് തൻ്റെ മകളോടൊപ്പം വന്ന് ഇവിടെ അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വിവരിക്കുമ്പോൾ വലിയ വലിയ അനുഭവങ്ങൾക്ക് ഉടമയായിട്ടാണ് അവരെന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ മകളെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വശം. ഇവർക്ക് മക്കൾക്ക് എപ്പോഴും ശാരീരിക അസ്വസ്ഥതകളും അവരുടെ ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈശോയിലേക്ക് തിരിയുവാനുള്ള ഒരു വലിയ ജീവിത സമ്പത്ത് നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ആസ്തി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈഫിൽ നിന്നും അകന്ന് ഇവർ 2 സ്ഥലത്തായി ജോലി ചെയ്ത് ഒരു കുടുംബത്തെ കൂട്ടിമുട്ടിക്കുമ്പോൾ അവരുടെ മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഈ പിതാവ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയെയും ഈശോയെയും കൊടുത്തുകൊണ്ട് ആ അനുഭവം, ആ സമ്പത്ത് ഇവിടെ ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. മകൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, 10ാം ക്ലാസ് മുതൽ എനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ അയോഗ്യതകളോടെ പരിശുദ്ധ അമ്മ എന്നെ കൃപയാൽ നിറച്ചുകൊണ്ട് കൃപയുടെ ഒരു ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഒരു വലിയ ജീവിത സാക്ഷി നമ്മുടെ മുന്നിൽ നിർത്തുകയാണ്. ഇനി തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ, എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. ആ വാക്കിൽ തന്നെ, ആ സെൻറ്റൻസിൽ തന്നെ എല്ലാ ദൈവിക അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർക്കെപ്പോഴും അമ്മ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് അവർ വരികയാണ്. അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഞങ്ങളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴെല്ലാം ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഇന്നിവർ കുടുംബമായിട്ട് അയർലൻഡിലേക്ക് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് പോകുവാനായിട്ട് ഇവർ ഒരുങ്ങുകയാണ്, ദിവസങ്ങളിൽ പോവുകയാണ്. നമുക്ക് അമ്മ മാതാവിന് ഈശോയ്ക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വളർന്നു വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ജയിക്കും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.